ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഇഫ്താർ കോംബോ ആണ് കാണിക്കുന്നത്. നല്ല സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, ചിക്കൻ കണ്ണപ്പത്തിൻ്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലേക്ക് കുറച്ച് നെയ്യ്, 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയാണ് എടുത്ത് കൊടുക്കുന്നത്. സേമിയ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ളതല്ല, അത്യാവശ്യം നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയയില്ല, ആ ഒരു സേമിയം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഈ ഒരു നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ. പിന്നെ നമ്മൾ വറുത്ത സേമിയ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് കൂടും. അങ്ങനെ ഇതാ നല്ലപോലെ ഈ ഒരു രീതിയിൽ ഒന്ന് കളർ മാറി കിട്ടുന്നവർ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ്, എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അതിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/3 കപ്പ് അളവിൽ പഞ്ചസാര, അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലേറ്റ് കേട്ടോ, ആ ഒരു അളവിലാണ് പഞ്ചസാര ഇട്ടിട്ട്. മധുരം നിങ്ങൾക്ക് നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ, സേമിയ ഒരു പകുതിയോളം ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെനില ഫ്ലേവറിലുള്ള ാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതവിടെ റെഡിയാക്കി വെക്കുക എങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലും സേമിയൊക്കെ സേമിയ ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്, പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പകുതി വെന്ത സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ നേരത്തൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് ഊറി നിൽക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം പതുക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുകയും വേണം, കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു സേമിയയും കസ്റ്റാർഡും ഒക്കെ വേവാനുണ്ട്, അതുകൊണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ സേമിയയും കസ്റ്റാർഡ് മിക്സൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം സേമിയയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, കസ്റ്റാർഡ് മിക്സും വെന്ത് വരണം കേട്ടോ, എങ്കിലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ചൊക്കെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസ്കസ് ഞാൻ 5-10 മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉറുമാമ്പഴം, ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉറുമാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവ് തന്നെ, പിന്നെ ഇങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിയില്ലേ, അതും കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ടേസ്റ്റി ആയിട്ട്. പക്ഷേ ഞാനിത് ഇങ്ങനെയല്ല കഴിക്കുന്നത്, ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കട്ടെ കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടുത്തത് സ്നാക്ക് ചിക്കൻ കണ്ണപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജീരകശാല അരിയാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ 3-4 തവണ കഴുകിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള അരി ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പിൽ കുറച്ചധികം, ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ ഉള്ളിലായിട്ട് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ അരച്ചിട്ട് ഞാൻ ഇതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒട്ടും തരികളില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. പിന്നെ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പൂണിൽ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഓവർ തിക്കാവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസാവാനും പാടില്ല. നമ്മൾ നോർമൽ ദോശ ചുടുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഇതന്നെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇതവിടെ അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 300 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ വേവിച്ച് കുറച്ച് മഞ്ഞൾ, ഉപ്പും മുളക് പൊടി മാത്രം ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ ഉണങ്ങിയിട്ട്, അതായത് ക്രിസ്പായിട്ട് ഫ്രൈ ആവേണ്ട, എന്നാൽ അത്യാവശ്യം മുരിഞ്ഞ് കിട്ടുകയും വേണം. പിന്നെ ഫ്രൈ ചെയ്യാതെ നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ ആക്കുന്നുണ്ടല്ലോ, അതേപോലെ നിങ്ങൾക്ക് മസാല റെഡിയാക്കാം കേട്ടോ. ഞാനൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ 3 സവാളയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ സവാള ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ വാടി വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും മാത്രമാണ് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ചിക്കനിൽ ഉണ്ടല്ലോ അത്യാവശ്യം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത്രയും മതി. അതുപോലെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിലും സവാളയിലൊക്കെ ചേർത്തതാണല്ലോ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് കുറച്ചൊന്ന് ചൂടും കൂടിയും കുറയുമല്ലോ, അത്രയും മതി. ഇനി നമ്മുടെ മസാലയും മാവും ഒക്കെ സെറ്റായില്ലേ, ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഇതുപോലൊരു ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവില്ലേ, അതിൻ്റെ ആ ഒരു മാവ് നമ്മുടെ തട്ടിൻ്റെ പകുതിയോളം മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ. പകുതി ഒരു 3/4 ഭാഗത്തോളം, കൂടുതലായിട്ട് ഒഴിക്കരുത്. കാരണം നമ്മൾ ഫില്ലിങ്ങും കൂടി വെക്കുമ്പോൾ മാവ് കുറച്ചും കൂടി പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതിയോളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ മസാലയില്ല അത് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇട്ട് കൊടുത്താലും മതി. കുറച്ച് വെച്ചിട്ട് എല്ലാ സൈഡിലും നമുക്ക് മസാല കടിക്കുമ്പോൾ കിട്ടുന്ന പാകത്തിന് ഇട്ട് കൊടുക്കണേ. പിന്നെ ഈ ഒരു മസാലക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഉള്ളി അങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സവാള ചിക്കനും രണ്ടും കൂടി ഒരേ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം, എങ്കിലേ ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതെല്ലാത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 12 മുതൽ 15 മിനിറ്റ് വരെയാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 10-11 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും. ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവും. കാരണം കുഞ്ഞു അപ്പമല്ലേ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കൊരു 11-12 മിനിറ്റാണ് ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിതാ ഇതുപോലെ പതുക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം സ്പൂണ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളി സോഫ്റ്റായിട്ട് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും കേട്ടോ, ജീരകശാല റൈസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇഫ്താർ കോംബോ? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഐറ്റമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗസ്റ്റിന് മുന്നിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയത് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്